ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ രാത്രി എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അപ്പോൾ കുറച്ച് പേര് എണീറ്റ് പോയി, കുറച്ച് പേര് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് സ്റ്റോറി ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇത് എവിടെയാണെന്ന്. ഇത് എൻ്റെ മാമിൻ്റെ ടെറസിന് മേലെ നിന്നിട്ടുള്ള പിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മധുമോൻ എനിക്ക് ചായയൊക്കെ കൊണ്ട് തന്നിട്ടാ. പിന്നെ നമ്മുടെ അനു ആണെന്ന് വെച്ചാൽ ജിമ്മ് മിസ് ചെയ്യില്ല പറഞ്ഞ് ഇന്നും ജിമ്മിൽ പോകണം പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് മിറർ സെൽഫിയൊക്കെ എടുത്തു. ഞാനും അമ്മൂസും കൂടി. അമ്മയാണെന്ന് വെച്ചാൽ ആകെ മൊത്തം ചീത്തയാണ്. രാവിലെ എണീറ്റ് പിള്ളേർ കുളിക്കാതെ ഇങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും പോയി കുളിച്ച് റെഡിയായി വന്ന്. പിന്നെ നമ്മൾ ഫുഡ് റെഡിയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ച് ഉപ്പുമാവും സാമ്പാറും ഉണ്ടായിരുന്നു, അതും കഴിച്ച്. പിന്നെ ഞങ്ങളുടെ ഇന്നലത്തെ മാങ്ങാച്ചാറുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ അതും കൂട്ടിയിട്ടായിരുന്നു കഴിച്ചത്. ടേസ്റ്റാണ് കേട്ടോ മാങ്ങാച്ചാർ, എല്ലാവരുടെയും ഫേവറേറ്റാണ്. പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ റെഡിയായി സെറ്റായിരുന്നു. അപ്പം നമ്മുടെ ഈ ഗ്യാങ്ങിൽ 2 പേര് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുഞ്ഞു വന്നിട്ടില്ല, പിന്നെ നമ്മുടെ ലിതിന് വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമൻ കയറി വരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മൻ്റെ മൂത്ത ചേട്ടായാണ്. പിന്നെ നമ്മുടെ അനന്തുവിൻ്റെ കുറച്ച് ഗസ്റ്റ് വന്നായിരുന്നു, ഓഫീസിൽ നിന്ന് കുറച്ച് സാറുമാരും ഫ്രണ്ട്സുമാരും അങ്ങനെ. അപ്പോൾ നമ്മുടെ പൊന്നമ്മയും പിന്നെ നമ്മുടെ മധുമോനും കൂടിയിട്ട് അവർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത്. പിന്നെ എനിക്ക് ഫോൺ കണ്ട് അപ്പം സെൽഫി എടുക്കണം, അതെൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ നമ്മുടെ അനന്തുവിൻ്റെ മാത്രമല്ല അനുവിൻ്റെയും കുറച്ച് ഫ്രണ്ട്സ് വന്നായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കയറ്റി വീട്ടിലിരുത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്ത് പോയായിരുന്നു കേട്ടോ. ഞാനും മധുവും കൂടി കുറച്ച് പുറത്ത് പോയായിരുന്നു. വീട്ടിൽ കുറച്ച് ക്ലാസ് എന്തോ തീർന്നു പറഞ്ഞപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ബൈക്കിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആര് ബൈക്കിന് പോകുമെന്ന് കണ്ടാലും ചാടി ബാക്കിലിരിക്കും. അങ്ങനെ പോയി തിരിച്ച് വരുന്ന വഴി നമ്മുടെ ലിതി വന്നില്ല, നമ്മുടെ ലിതിൻ്റെ അമ്മ വന്നായിരുന്നു. അപ്പോൾ കുറച്ച് ലോങ്ങിൽ നിന്ന് വരികയാണ് ചേച്ചി. അപ്പോൾ ചേച്ചീനെ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 3 പേരും കൂടി ത്രിബിൾസ് അടിച്ച് അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കുറേ പേര് ഗിഫ്റ്റ് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗിഫ്റ്റ് പൊട്ടിക്കൽ മാത്രമായിരുന്നു. പെട്ടി പൊട്ടിക്കുക, എന്താണെന്ന് നോക്കുക, അതൊക്കെയായിരുന്നു പണി. പിന്നെ ഞാനും നമ്മുടെ അച്ഛനും കൂടിയിട്ട് കുറച്ച് സ്നാപ്പൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് ഗിഫ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അതും കുറച്ച് തുറന്ന് നോക്കി നമ്മുടെ ലതച്ചീച്ചി കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ കൊടുക്കാനായിട്ട് കുറച്ച് ഐസ്ക്രീം മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഞാനും അതും കൂടിയിട്ട് അത് അടുക്കളയിൽ നിന്ന് തിന്ന് തീർക്കലായിരുന്നു പരിപാടി. പിന്നെ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചേച്ചിൻ്റെ 2 മക്കൾ വന്നായിരുന്നു. ഇവിടെ അടുത്തുള്ള ചേച്ചിൻ്റെ മക്കൾ തന്നെ കേട്ടോ, രാഹുലും പ്രജിത്തും. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു വന്നു. പിന്നെ നമ്മുടെ അശ്വിൻ പിന്നെയും പുറത്തു പോയായിരുന്നു. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ ബൈക്കിന് കയറിപ്പോയി, ഒന്ന് ജസ്റ്റൊക്കെ പുറത്ത് പോയി, ഇന്ന് കടയിലൊക്കെ പോയി വന്ന്. പിന്നെ നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എല്ലാം വൈബായിട്ടുണ്ട്, പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.